പൂനെയിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥനും കുടുംബത്തിനും നേരെ ആൾക്കൂട്ട വിചാരണ. ബംഗ്ലാദേശ് പൗരനാണെന്ന് ആരോപിച്ചാണ് ഒരു സംഘം ജയ് ശ്രീറാം വിളിച്ച് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. കാർഗിൽ യുദ്ധത്തിലടക്കം പങ്കെടുത്ത സൈനികന് നേരെയാണ് അതിക്രമമുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഒരു പ്രകോപനവുമില്ലാതെ ആണോ ഇത് സംഭവിച്ചത്? ശ്രീനാഥ്, എന്നതാണ് ആ വീട്ടുകാർ പറയുന്നത്. ഹലോ, പറഞ്ഞോളൂ. ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു അതിക്രമം? അതെ അനുജ, ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. പൂനെയിലെ ചന്ദൻ നഗർ എന്ന ഇടത്തുള്ള ഒരു വീട്ടിലേക്ക് ഏതാണ്ട് 70-80ഓളം പേർ ഇരച്ചു കയറി എത്തുന്നു. ഹക്കീമുദ്ദീൻ ഷെയ്ഖ് എന്നയാളുടെ വീട്ടിലേക്കാണ് ഇങ്ങനെ ഒരു സംഘം എത്തുന്നത്. നിങ്ങൾ ബംഗ്ലാദേശികളാണ് എന്നത് ഞങ്ങൾ സംശയിക്കുന്നു എന്നതാണ് ഈ എത്തിയ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ജയ് ശ്രീറാം വിളികളൊക്കെ വിളിച്ചുകൊണ്ടാണ് വീടിനകത്തേക്ക് എത്തുന്നതും. പിന്നീട് നിങ്ങൾ ഇന്ത്യക്കാരാണ് എന്നത് നിങ്ങൾ തന്നെ തെളിയിക്കണം, അതിനുള്ള രേഖകൾ എവിടെ എന്നതൊക്കെ ചോദിക്കുന്നു. ഈ അതിക്രമത്തിന് ഇരയായവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടിയതാണ്. അതിലവർ പറയുന്നുണ്ട്, ഈ ആധാർ കാർഡ് കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊരു വ്യാജ ആധാർ കാർഡാവാൻ സാധ്യതയുണ്ട്, ഇത് ഉണ്ടാക്കിയ ആളെയും ഞങ്ങൾ കൊന്നുകളയും എന്നതൊക്കെയായിരുന്നു അവർ ഭീഷണി മുഴക്കിയത്. മാത്രമല്ല, ഈ എത്തിയ ആളുകളിൽ ചിലരൊക്കെ സിവിൽ ഡ്രസ്സിലെത്തിയ പോലീസുകാരാണെന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം പിന്നീട് ഈ സംഘം തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഏതാണ്ട് മണിക്കൂറുകളോളം ഇരുത്തിയെന്നും വലിയ അപമാനം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് ഹക്കീമുദ്ദീൻ ഷെയ്ഖ് പറയുന്നത്. ഹക്കീമുദ്ദീൻ ഷെയ്ഖ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ജവാനാണ് എന്നത് ഓർക്കണം. അവരുടെ പ്രതികരണത്തിൽ അവർ പറയുന്നുണ്ട്, അവരുടെ കുടുംബം ഈ സൈന്യത്തിൽ സേവനം നിരന്തരം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. അവരുടെ ഒരാൾ 65-ലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരാൾ 71-ലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹക്കീമുദ്ദീൻ ഷെയ്ഖ് ആവട്ടെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ജവാനാണ്. അങ്ങനെ ഒരു സൈനിക കുടുംബത്തിന് നേരെയാണ് ഈ തരത്തിലൊരു ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ മതമൊക്കെ ചോദിച്ചുകൊണ്ടാണ് എന്നതാണ് അവർ പറയുന്നത്. ഈ ഭീഷണിപ്പെടുത്തിയ സംഘമൊക്കെ ആ തരത്തിലാണ് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചത്. ബംഗ്ലാദേശികളാണെങ്കിൽ നിങ്ങളെ നാട് കടത്തും എന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 7 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതാണ് പൂനെയിലാണ് നിർഭാഗ്യകരമായ സംഭവം നടന്നത്. ഒരു സൈനിക കുടുംബമാണ്, അവർക്ക് നേരെയാണ് ആൾക്കൂട്ട വിചാരണയുണ്ടായത്. ഇതിൽ സൈനികന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, അത് കൂടി കേൾക്കാം. हमारे 2 चाचा थे आर्मी में सूबेदार मेजर थे, उनके दादा के हमारे दादा भी थे आर्मी में सूबेदार, और एक दादा हमारे डीजीपी थे. हमारे आजा भी मिलिट्री में हवलदार से रिटायर थे. हमारा 21 साल का बैकग्राउंड है आर्मी का. सरकार से यही मांग करते हैं, सरकार से पुलिस से, कि हमें न्याय चाहिए. जो लोग हमारे घर पे हमला किए थे उनके ऊपर कार्रवाई हो और हमारी सुरक्षा हो. സൈനിക കുടുംബത്തിന് നേരെയാണ് പൂനെയിൽ അതിക്രമമുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.